ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒരു സ്പെഷ്യൽ ഓണത്തിന് കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനായിട്ട് 2 കയ്പക്ക എടുത്തിട്ടുണ്ട്, 2 തക്കാളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു 4-5 തണ്ട് വേപ്പിൻ്റെ ഇലയും 2 പച്ചമുളക്, കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കയ്പക്ക നീളത്തിൽ മുറിച്ച് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല കനം വേണ്ട. എന്നിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. ഇനി അതിലേക്ക് തേങ്ങ ചിരവിയതാണ്, അതൊന്ന് തേങ്ങാപ്പാലിനായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്വല്പം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അധികം വെള്ളം ആവണ്ട. കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കയ്പക്ക കായം തേച്ച് വെച്ചത്, അതായത് കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഇതാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടക്കിടക്ക് എല്ലായിടത്തേക്കും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാന് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് ഒരു 3 ഉണക്കമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല കനം കുറയണ്ട, എന്നാൽ കനം കൂടി വേണ്ട, അത്ര ഇതിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം അതൊന്ന് ഇളക്കി ശേഷം തക്കാളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വഴറ്റിയ ശേഷം 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചത് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി പാകത്തിനാണ്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത കയ്പക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറുതായി ഒന്ന് പതപ്പിച്ചെടുക്കാം. തിളക്കണ്ട, ചെറുതായി പതച്ച് കിട്ടിയാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്ത ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ കറി നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. കറി ചൂടാവുന്നതിൻ്റെ മുൻപ് തന്നെ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇറക്കി വെച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ്. ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട, ഈ കറി തന്നെ കൂട്ടി കഴിക്കാം. നല്ല രുചിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.